ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. മൂവിയുടെ തുടക്കം തന്നെ ഒരു ജയിലാണ് കാണിക്കുന്നത്. ആ ജയിലിലുള്ള അമ്മ തന്റെ മകന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു അച്ഛനും അമ്മയും മകനും മാത്രമുള്ള ഒരു കുടുംബം. പെട്ടെന്ന് അച്ഛനെ കാട്ടിൽ വെച്ചിട്ട് ആന ചവിട്ടി കൊല്ലുന്നുണ്ട്. പിന്നീട് അമ്മക്ക് ആരും തന്നെ സഹായം ഇല്ലാതെ ആവാണ്. അതുകൊണ്ട് അവര് നാട് വിട്ട് വേറെ ഒരു നാട്ടിലേക്ക് പോയേക്കാണ്. ഈ ഒരു കഥ തന്റെ മകനെ പറഞ്ഞ് ആ ഒരു അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ഈ കഥയില് ആ അമ്മക്ക് ഒരു വ്യക്തമായിട്ടുള്ള പേരില്ല. ആ മകനും ഇതുപോലെ തന്നെ പേര് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവളെ നമുക്ക് ഇന്ദു എന്നും മകനെ നമുക്ക് ബാലൻ എന്നും വിളിക്കാം. ഇന്ദു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ജയിലിലേക്ക് വന്നത്. പിന്നീട് ബാലനെ അവിടെ വെച്ച് തന്നെ പ്രസവിക്കുകയും അവൻ ഇപ്പൊ അവിടെ തന്നെ വളർത്തുകയാണ് ചെയ്തത്. ഇപ്പൊ അവരുടെ റിലീസിംഗ് ഡേറ്റ് ആയിരുന്നു. അവിടെയുള്ള ഷംന എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഇടപെട്ടിട്ടാണ് ഇന്ദുന്റെ റിലീസിംഗ് ഡേറ്റ് ഇത്രയും നേരത്തെ ആക്കിയത്. ഷംനക്ക് വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഇവളെ വെച്ച് പൈസ ഉണ്ടാക്കാന്നുള്ളത്. ഷംന അത്തരക്കാരിയായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു. പുറത്ത് ചെന്നതിന് ശേഷം കുറച്ചു ദിവസത്തിനുള്ളിൽ അവളും പുറത്തിറങ്ങുമെന്നും പറഞ്ഞ് അവളുടെ നമ്പർ എടുത്ത് ബാലന്റെ പോക്കറ്റിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്ന നേരത്ത് ആ ഒരു പോലീസുകാരിയും ഇന്ദുവിനെ നന്നായി തന്നെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് മക്കളെയാണ് ബാധിക്കുന്നതെന്നും ഇനി ഇങ്ങനെ തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കണം എന്നും പറഞ്ഞ് ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കാർഡ് ഡീറ്റെയിൽസിലുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല ഒരു ജോലി കിട്ടുമെന്ന് ആ ഒരു പോലീസുകാരി പറയാണ്. ജയിലിന് പുറത്ത് വന്നതും അവരെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസുകാരി കൊടുത്ത ആ ഒരു കാർഡും ഷംന കൊടുത്ത ആ ഒരു നമ്പറും ബാലന്റെ കയ്യിൽ കൊടുത്ത് അവള് വേസ്റ്റ് പിന്നിൽ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടോ യാത്ര തിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനായി അവൾ ഒരു കടയിൽ കയറുന്നുണ്ട്. ഒരു വയസ്സായ ആളാണ് ആ ഒരു കട നിയന്ത്രിച്ചുകൊണ്ടിരുന്നിരുന്നത്. അയാൾക്ക് അതിനുള്ള പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചമ്മന്തി ചോദിച്ചാൽ എടുത്തു കൊടുക്കാനോ ചായ ചോദിച്ചാൽ ഇട്ട് കൊടുക്കാനോ ഉള്ള അതുപോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ ഒരു കട അയാൾ മാനേജ് ചെയ്യുന്നത്. അത് കണ്ട ഇന്ദുവിന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഫുഡ് കഴിച്ച പൈസ ഇല്ല എന്നും ഒരു ജോലി ഉണ്ടെങ്കിൽ തരാനും അവൾ അയാളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അയാൾക്ക് പോലും ആ ഒരു കടയിൽ നിന്ന് ഒരു വരുമാനവും ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞ് അവളെ പുറത്താക്കുന്നുണ്ട്. അവള് കഴിക്കാനുള്ള ഫുഡ് മാത്രം മതി, ശമ്പളം വേണ്ടാന്ന് അയാളോട് പറയുന്നുണ്ട്. എന്നാൽ പോലും അയാൾക്ക് അതിൽ താല്പര്യം ഇല്ലാതെ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കുട്ടിയെ കണ്ട് പാവം തോന്നി അയാള് തിരിച്ചു വിളിച്ച് കടയുടെ താക്കോൽ അവളെ ഏൽപ്പിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദു എണീറ്റ് ആ കടയെല്ലാം നീറ്റായി വൃത്തിയാക്കിയതിനു ശേഷം കട ഓപ്പൺ ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ട ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. ആ ഒരു വയസ്സൻ നേരം വൈകിട്ടാണ് അവിടെ എത്തുന്നത്. അയാൾ കട കണ്ട് അത്ഭുതപ്പെടാണ്. പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ പൈസ ആയിട്ടുണ്ടായിരുന്നു. അയാൾ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. ഇന്ദും ബാലനും ആ ഒരു കടയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. ആ കടയിൽ ഒരു ദിവസം വന്ന ഒരു ലോറി ഡ്രൈവർ ഇന്ദുവിനെ കണ്ടിട്ട് അവൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരാൾ എന്റെ മകളും പേരക്കുട്ടിയാണെന്ന് അയാളോട് പറയുന്നുണ്ട്. എന്നിട്ട് വീടിന്റെ ചാവി എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ഇനി മുതൽ നീ കടയിൽ കിടക്കണ്ട, എന്റെ പേരക്കുട്ടിയും മകളുമായിട്ട് നീ എന്റെ വീട്ടിൽ കിടന്നോളാനായിട്ട് അയാൾ പറയുന്നുണ്ട്. അവളും ചിരിച്ച് ആ ഒരു താക്കോല് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം ഭയങ്കര സന്തോഷത്തോടുകൂടി എത്തിയ ആ ഒരു വയസ്സായ മനുഷ്യൻ കാണുന്നത് കട പൂട്ടിയിട്ട് ഇന്ദു താക്കോൽ അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടതാണ്. ഇവൾ ഇങ്ങനെ തന്നെയാണ് ജയിലിൽ വെച്ച് ആ ഒരു കഥ പറഞ്ഞ് പഠിപ്പിച്ചത് തന്നെ അവളുടെ ജീവിതമാണെന്ന് ആ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചതായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാനായിട്ട്. അങ്ങനെ അവള് വേറെ ഒരു ജോലിയിൽ കയറുന്നുണ്ട്. അവിടെയും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇറങ്ങി പോരാണ്. വീണ്ടും വേറെ ജോലിയിൽ കയറാണ്. അങ്ങനെ ഓരോ ജോലിയും മാറി മാറി അവള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജോലി സ്ഥലത്തും അവൾ ഓരോ പേരായിരുന്നു പറഞ്ഞിരുന്നത്. മുസ്ലിമായും ക്രിസ്ത്യനായും ഹിന്ദു ആയിട്ടും അവള് മാറിയിരുന്നു. കൂട്ടത്തില് ബാലന്റെ പേരും മാറ്റിയിരുന്നു. ഒരു സ്ഥലത്ത് തന്റെ ആങ്ങളക്ക് വേണ്ടി ഒരു ജോലിക്കാരി ഇന്ദുവിനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടാണ്. അതുപോലെ വേറൊരു സ്ഥലത്ത് അവിടെ ഉള്ള ജോലിക്കാരൻ അവളെ കല്യാണം കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും അവള് സ്ഥലം വിടുന്നുണ്ട്. അവൾക്ക് ഒരാളായിട്ട് കമ്മിറ്റ്മെന്റ് വെക്കാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സൈറ്റിൽ അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ആ വയസ്സായ ആളുടെ കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ലോറിക്കാരൻ അവളെ കണ്ടിരുന്നല്ലോ. അയാൾ അവിടെ വെച്ച് കാണുന്നത് അത് ഹിന്ദു ആണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പേര് ഇപ്പൊ അവളുടെ മേരി എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അയാൾ അത് വിശ്വസിക്കുന്നില്ല. സംശയത്തോടുകൂടി അയാളും നിന്റെ പേരെന്താണ്, നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്, നിന്റെ വീട് ഓടിട്ടതാണോ ടെറസ് ആണോ, വീടിന്റെ കളർ എന്താണ്, അതൊക്കെ ചോദിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു കുട്ടിയുടെ അടുത്ത് ചെന്ന് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കാണ്. അവനും കറക്റ്റ് ആയിട്ട് തന്നെ അവള് പറഞ്ഞ ഉത്തരങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മ മൂവിയുടെ തുടക്കം പറഞ്ഞല്ലോ, ഇവര് ഓരോ സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു കുട്ടിയെ അതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു കുട്ടി കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നത്. പിന്നീട് അവള് ഒരു വീട്ടില് ജോലിക്കാരിയായിട്ട് നിൽക്കാണ്. അവിടുത്തെ കുട്ടിയുടെ പേര് വാസുദേവ് എന്നായിരുന്നു. വാസുദേവിന് പാല് കൊടുക്കുന്ന
സമയത്ത് അവിടെയുള്ള ഒരു അമ്മ ഇന്ദുവിനോട് ബാലനും പാല് കൊടുക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുട്ടി ആക്സിഡന്റില് മരിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ഇന്ദു അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ട് അവൾ ഒരു ഭിക്ഷക്കാരിയെ കാണുന്നുണ്ട്. അവളുടെ പേര് ഷേർലി എന്നാണ്. ഷേർലി ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന പെണ്ണായിരുന്നു എന്ന് അവളുടെ ID കാർഡ് കണ്ടിട്ട് ഇന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. ആ ID കാർഡ് അവൾ മോഷ്ടിച്ച് പത്രത്തിലുള്ള നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്കി അവിടേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് നേഴ്സായിട്ട് ഒരു ജോലി കിട്ടാണ്. ആ ഒരു വീട്ടിൽ അവളുടെ പേര് പറഞ്ഞിരിക്കുന്നത് ഷേർലി എന്നായിരുന്നു. ആ ഒരു കുട്ടിയുടെ പേര് വാസുദേവൻ എന്നാക്കുന്നുണ്ട്. ആ മരിച്ചുപോയ കുട്ടിയായിരുന്നു അത്. ഇവരുടെ ID പ്രൂഫ് എല്ലാ ആളുകൾ ചോദിക്കുമ്പോ അത് വെള്ളപ്പൊക്കത്തില് ഒലിച്ചുപോയി എന്നാണ് അവള് നുണ പറയാറുള്ളത്. ഷേർലി ഇപ്പോ ഒരു കാട് പ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് ഹോം നേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ആകെ ഉള്ളത് ഒരു മുത്തശ്ശി മാത്രമാണ്. ആ ഒരു ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദു, അതായത് ഇപ്പോഴത്തെ ഷേർലി, അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഉള്ളത് ഒരു അമ്മൂമ്മ മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ആ അമ്മൂമ്മയുടെ മകൻ ഇപ്പൊ അമേരിക്കയിലാണ് ഉള്ളത്. അയാൾ എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോ ഈ അമ്മൂമ്മക്ക് വിളിക്കുമായിരുന്നു. എന്നാൽ അമ്മൂമ്മ ആ ഒരു മകനോട് സംസാരിക്കത്തില്ല. 15 വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു. അവിടെ ഉള്ള ഹോം നേഴ്സുകളാണ് അമ്മൂമ്മയുടെ വിവരം ആ ഒരു മകനോട് പറയാറുള്ളത്. ഷേർലി വന്നത് ആ ഒരു കോള് വരുന്നുണ്ട്. പുതിയ ഹോം നേഴ്സ് ആണെന്നും പറഞ്ഞ് മകനെ ഷേർലി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ തോക്ക് ചൂണ്ടി ആ ഒരു മുത്തശ്ശി നിൽക്കുന്നതാണ് കാണുന്നത്. ബാലൻ പേടിച്ച് കൈ പൊക്കി നിൽക്കാണ്. ഷേർലി താനൊരു പുതിയ ഹോം നേഴ്സ് ആണെന്ന് പറഞ്ഞ് ആ ഒരു അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ബാലൻ ഇപ്പോഴും പേടിയായിരുന്നു. ആ ഒരു അമ്മൂമ്മ എങ്ങാനും ഇനി വെടിവെച്ച് കൊന്നു കളയോന്നുള്ളത്. അത് നീ പേടിക്കണ്ട, അതിനുള്ള വഴി അമ്മയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ബാലനെ ഷേർലി സമാധാനിപ്പിക്കുന്നുണ്ട്. ആദ്യ രാത്രി ആയപ്പോ അമ്മൂമ്മയുടെ റൂമിൽ നിന്ന് ഒരു മണിയഴി ശബ്ദം കേൾക്കുന്നുണ്ട്. ഷേർലി പോയി നോക്കുമ്പോ ശ്വാസം കിട്ടാതെ വലിക്കുന്ന അമ്മൂമ്മയാണ് കാണുന്നത്. അവൾ ആ ഒരു ഇൻഹേലർ എടുത്ത് അമ്മൂമ്മക്ക് വലിക്കാനായി കൊടുക്കുന്നുണ്ട്. ഈ ഒരു അമ്മൂമ്മയും അമ്മൂമ്മയുടെ ഭർത്താവും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരായിരുന്നു. വെള്ളക്കാർക്കെതിരെ പോരാടിയിട്ട് ഇപ്പൊ തന്റെ മകൻ തന്നെ അമേരിക്കയില് വെള്ളക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു വിഷമായിരുന്നു ആ ഒരു അമ്മൂമ്മക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 15 വർഷമായിട്ട് ഇപ്പൊ തന്റെ മകനോട് മിണ്ടാതെ ഇരിക്കുന്നത്. ഈ കഥകളെല്ലാം ഷേർലിയോട് ആ ഒരു അമ്മൂമ്മ പറയുന്നുണ്ട്. ആക്ച്വലി ആ ഒരു അമ്മൂമ്മ ആരോടും മിണ്ടാറൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഷേർലിയോട് മാത്രമാണ് ഇത്രയും കമ്പനി ആയിട്ടുള്ളത്. ബാലനെ അവിടെ ഉള്ള ഒരു സ്കൂളില് വാസുദേവ എന്നുള്ള ഒരു പേരില് ചേർത്തുന്നുണ്ട്. അമ്മൂമ്മ തോക്ക് ചൂണ്ടി ബാലനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ബാലൻ അപ്പോ കോഫിയിലെന്റെ അമ്മ വിഷം കലർത്തി അമ്മൂമ്മയെ കൊന്നു കളയും അപ്പോന്ന് അവൻ അമ്മൂമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മൂമ്മക്ക് ആ ഒരു കോഫി കുടിക്കാൻ പേടി തോന്നാണ്. ഷെർലി അത് കുടിച്ച് കാണിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മൂമ്മ അതൊന്നും വേണ്ട, എന്നായാലും മരിക്കണ്ടല്ലേ, അതിങ്ങനെ താന്നും പറഞ്ഞ് അവള് കുടിക്കുന്നുണ്ട്. അമ്മൂമ്മ വെറുതെ ഈ ഒരു ബാലനെ പേടിപ്പിക്കുന്നത് ഒരു രസമായി എടുത്തേക്കായിരുന്നു. പിറ്റേ ദിവസം ബാലനെ ഷേർലി സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ അവനക്ക് സ്കൂളിൽ പോവാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അവിടുത്തെ ബെല്ലടി സൗണ്ട് എല്ലാം കേട്ട് അവന് ജയിലിന്റെ ഓർമ്മയാണ് വരുന്നത്. ആ ഒരു അമ്മൂമ്മയുടെ വീട്ടില് അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികള് മാങ്ങ പൊട്ടിക്കാനായിട്ട് കയറുമായിരുന്നു. ഈ അമ്മൂമ്മ പാഞ്ഞു വന്ന് ആ കുട്ടികളെ വെടിവെക്കും. ഇത് കണ്ട ഷേർലിയും കുട്ടികളെ വെടിവെക്കാനായിട്ട് നിങ്ങൾക്കൊരു തരി നാണം തോന്നുന്നില്ലേ, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശരിക്കും അമ്മൂമ്മ ഇതെല്ലാം ആക്ട് ചെയ്യുന്നതായിരുന്നു. അത് വെറും ഡമ്മി ബുള്ളറ്റ്സ് മാത്രമാണ്. അതുകൊണ്ടൊന്നും ആരും ചാവാനൊന്നും പോകുന്നില്ല. ഗ്രീൻ കളർ ഉള്ളത് ഡമ്മി ബുള്ളറ്റ്സും റെഡ് കളർ ഉള്ളതാണ് ആൾക്കാരെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതെന്നും ആ ഒരു അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ബാലൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. അവൻക്കിപ്പോ സ്കൂളിൽ പോകാനായിട്ട് വലിയ താല്പര്യം തോന്നി തുടങ്ങിയിരുന്നു. അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പൊ ഷേർലിയാണ്. അമ്മൂമ്മയെ കുളിപ്പിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം. അമ്മൂമ്മയോട് ഷേർലി പറയുന്നത് ഇതിനു മുമ്പ് കണ്ണൂരാണ് അവള് വർക്ക് ചെയ്തിരുന്നതെന്നാണ്. അതുപോലെ തന്നെ ബാലന് സ്കൂൾ ബസ് കയറ്റി വിടാനായിട്ട് ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഷേർലി പോവാറുള്ളത്. അതെന്തിനാണെന്നോ ഇവിടെ കാര്യം നിന്നെ അന്വേഷിച്ച് വരാനായിട്ട് പോകുന്നില്ല, അവൻ ഇവിടെ നിന്ന് ബസ് കയറ്റി വിടാനായിട്ട് അമ്മൂമ്മ അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. നീ ഇവിടെ മോഷ്ടിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്, വേറെ എന്തിനോ ആണെന്ന് അമ്മൂമ്മക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ബാലനായിട്ട് അമ്മൂമ്മ വലിയ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോ അമ്മൂമ്മയുടെ മകൻ വിളിക്കുന്നുണ്ടെങ്കിലും അമ്മൂമ്മ ഇത്രയധികം സംസാരിച്ച കാര്യങ്ങളൊന്നും ഷേർലി അയാളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അയാളെ കാണുന്നത് പോലും അമ്മൂമ്മക്ക് ദേഷ്യമാണ്. ഷേർലി ഇപ്പൊ ആ ഒരു ID കാർഡ് കണ്ടിട്ട് ആ ഒരു പ്രാന്തി പെണ്ണിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് ഷേർലി അന്ന് ആ ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. അതുകൊണ്ട് വൈകിട്ട് തന്റെ മകനെ ബാലനെ വിളിക്കാനായിട്ട് ഷേർലി നേരം വൈകിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ബാലനെ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അവളാകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴാണ് ഒരുപാട് പിള്ളേരുടെ കൂടെ അവനും കളിക്കുന്നത് കാണുന്നത്. ദേഷ്യം വന്ന ഷേർലിയും നീ എന്തിനാണ് ഇവിടെ നിന്ന് മാറി നിന്നതെന്നോ, ഇനി അമ്മ എത്ര നേരം വൈകിയാലും നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുമെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലനും അത് സമ്മതിക്കുകയാണ്. അന്ന് രാത്രി അമ്മൂമ്മയുടെ സ്വാതന്ത്ര്യ സമര കഥകളെല്ലാം വീമ്പളക്കം പോലെ ഷേർലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളോട് അവളുടെ കഥ പറയാൻ
പറയാൻ പറയുമ്പോഴും എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഥയില്ല, ഞാൻ ഉണ്ടാക്കി പറയാമെന്നും പറഞ്ഞ് അവൾ ഒരു കഥ പറയാണ്. ഒരു രാജകുമാരി ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നീടാണ് അയാൾ ഒരു ചതിയനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അത് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയാണ്. പിന്നീട് അവളുടെ ഓർമ്മ മുഴുവൻ ആ ഒരു കുട്ടിയെ കുറിച്ചായിരുന്നു. ആ കുട്ടിയെ അച്ഛനെ പോലെ ഒരു രാക്ഷസനാക്കരുത് എന്നും എന്നാൽ അമ്മയെ പോലെ ഒരു യാചകയാക്കി വളർത്തരുത് എന്നും അവൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയില്ലാതെ അവൾ ആ ഒരു രാക്ഷസനെ കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ ഒരു വാഴ വെക്കാണ്. പിന്നീട് അവള് ജയിലിൽ പോയി ആ ഒരു കുട്ടിക്ക് ജയിലിൽ വെച്ച് ജന്മം നൽകിയെന്ന് കഥ പോലെ അവളുടെ കഥ തന്നെ ആ ഒരു അമ്മൂമ്മയോട് അവള് പറയുന്നുണ്ട്. അമ്മൂമ്മക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവളുടെ കഥയാണെന്ന്. നീ ഇനി എവിടേക്കും പോകണ്ട എന്നും നീ ഇവിടെ തന്നെ താമസിച്ചോ എന്നും ആ ഒരു അമ്മൂമ്മ പറയുന്നുണ്ട്. അഥവാ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ആരെ അറിയിക്കാതെ എന്നെ കുഴിച്ചിട്ട് അതിന്റെ മുകളില് വാഴ വെച്ചാ മതിയെന്നാണ് അമ്മൂമ്മ പറയുന്നത്. പിറ്റേ ദിവസം ഒരു കമ്മല് വാങ്ങാനായിട്ട് ബാലനെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഷെർലി ടൗണിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഷെംനയെ അവിടെ വെച്ച് അവള് കാണുന്നുണ്ട്. ഷെംന ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 മാസം ആയിട്ടുണ്ടായിരുന്നു. അവള് വേറെ തൊഴിൽ ചെയ്യാനായി ഷെംന നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഓടി അവള് രക്ഷപ്പെടുകയായിരുന്നു. ബാഗ് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സ്ഥലം വിടണമെന്ന് ഷെർലി ആലോചിക്കുന്നുണ്ട്. എന്നാൽ ബാലൻ അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് സ്കൂളിൽ പോകണമെന്ന് പറയാണ്. ഷെർലി ബാലനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് സ്കൂളിൽ പോകണമെന്ന് അവനും ദേഷ്യത്തോടുകൂടി പറയാണ്. ഇപ്പൊ അമ്മൂമ്മയുടെ മണിയാടി ശബ്ദം കേട്ട് ഷെർലി അവിടെ പോയി നോക്കുമ്പോൾ ശ്വാസം കിട്ടാതെ അമ്മ വലിച്ചോണ്ടിരിക്കുകയാണ്. അവൾ ഇൻഹെയിലർ കൊടുക്കുന്നുണ്ടെങ്കിലും അമ്മൂമ്മ അത് വലിക്കാതെ നിന്നോട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനല്ല പറഞ്ഞത്, നീ ഇനി എവിടേക്കും പോകണ്ട, ഇത് അമ്മൂമ്മയുടെ അവസാന വാക്കാണെന്നും പറഞ്ഞ ആ ഒരു അമ്മൂമ്മ മരിച്ചു പോകുന്നുണ്ട്. അമ്മൂമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അത് ആരെയും അറിയിക്കാതെ അവള് കുഴി കുത്തി മൂടി അതിന്റെ മുകളിൽ വാഴ വെക്കാണ്. പിന്നീട് അവൾ ആ ഒരു വീട്ടിൽ ജീവിക്കാനായിട്ട് തുടങ്ങാണ്. ബാലൻ അവന്റെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു മകൻ വിളിക്കുമ്പോഴും അമ്മ മരിച്ച കാര്യം ആ ഒരു മകനോട് അവള് അറിയിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ മാങ്ങ പൊട്ടിക്കാനായിട്ട് വരുമ്പോ പേടിപ്പിക്കാനായി അവള് വെടി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അമ്മൂമ്മ ഉണ്ട് എന്നുള്ള രൂപത്തിൽ ആൾക്കാരെ അവള് അറിയിക്കുകയാണ്. പിറ്റേ ദിവസം ബാലന് സ്കൂളിൽ പറഞ്ഞയച്ച് അവള് നടന്നു വരുന്ന സമയത്ത് അവൾ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് വേഗം വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഷംന വന്ന് അവളെ വിളിക്കുകയാണ്. കഥക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഷംന പറഞ്ഞുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ അവള് കഥക് തുറന്നു കൊടുക്കുന്നുണ്ട്. ഷംനയുടെ കൂടെ ഇപ്പോ ഈ പരിപാടിക്ക് വേണ്ടി 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ആ ഒരു പരിപാടികളെല്ലാം നടത്താമെന്ന് ഷംന അവളോട് പറയുന്നുണ്ട്. അവൾക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിലും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഷംനക്ക് വേണ്ടി അവൾ കാപ്പി ഇടുന്ന സമയത്ത് അതിൽ വിഷം കലർത്തി കൊടുത്താലോ എന്ന് അവള് വിചാരിക്കുകയാണ്. ഷംനക്ക് അവള് കാപ്പി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിലും ധൈര്യമില്ലാതെ ഷംന അത് കുടിക്കുന്നില്ല. ഷെർലി അത് കുടിച്ച് കാണിച്ചതിന് ശേഷമാണ് അവൾ അത് കുടിക്കുന്നത് പോലും. ആ 2 പെൺകുട്ടികൾക്ക് വിളിച്ച് ഇവിടേക്ക് വരാനായി ഷംന പറയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വർത്താനം പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് നോക്കി ആ റെഡ് ബുള്ളറ്റ് ഇട്ട് ഷംനയെ ഷെർലി കൊന്നു കളയുന്നുണ്ട്. ചോരപ്പാടുകളെല്ലാം തുടച്ചു മാറ്റുന്ന സമയത്ത് അവൾക്ക് ഒരു കോള് വരാണ്. ആരാണെന്ന് എടുത്തു നോക്കുമ്പോ ഇവിടേക്ക് അവൾക്ക് ആ ഒരു ജോലി ഏർപ്പാടാക്കി കൊടുത്ത ബ്രോക്കർ ആയിരുന്നു അത്. അമ്മൂമ്മയെ കാണാനായി അമ്മൂമ്മയുടെ മക്കള് വരുന്നുണ്ടെന്നും അവരിപ്പോ ടൗണിൽ എത്തിയെന്നും ഷെർലിയോട് അവര് പറയുന്നുണ്ട്. അവൾ ആകെ പേടിച്ചു പോകാണ്. ബാലൻ ഇപ്പോ സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ കയറാണ്. ഈ സമയത്ത് അമ്മൂമ്മയുടെ മകൻ അമ്മൂമ്മയെ കാണാനായി വീട്ടിലെത്തിയിരുന്നു. ബാലൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ അമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവരകത്തേക്ക് കയറുന്നുണ്ട്. പെട്ടെന്ന് ഒരു വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ബാലൻ ഇപ്പോഴും അമ്മക്ക് വേണ്ടി അവിടെ കുറെ നേരമായിട്ട് വെയിറ്റിംഗിലായിരുന്നു. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാള് പവിത്രൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെതിരെ SIയോട് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പവിത്രൻ പ്രതികാരം തീർക്കാനായി വിസ വെരിഫിക്കേഷൻ ശരിയാക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പരാതി പറയാനായിട്ടാണ് ആ ഒരു അച്ഛൻ വന്നിരിക്കുന്നത്. SIയും പവിത്രനെ വിളിച്ചൊന്ന് ഉപദേശിച്ചു വിടുന്നുണ്ട്. ഈ പവിത്രന് ആ മകനോട് ചെറുപ്പത്തിൽ എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെരിഫിക്കേഷൻ അവൻ ക്ലിയർ ആക്കി കൊടുക്കാത്തത്. അത്രയും വൈരാഗ്യ ബുദ്ധിയുള്ള ഒരാളായിരുന്നു ഈ ഒരു പവിത്രൻ. പവിത്രന് ആ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു പോലീസുകാരിയുമായി പ്രണയം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പോലീസുകാരൻ പവിത്രൻ അത്ര നല്ല ആളല്ല എന്ന് ആ ഒരു പെണ്ണിനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതൊന്നും വില പോകുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ സഹിച്ചു, എന്നോട് അയാൾക്ക് സ്നേഹം തന്നെയാണെന്നാണ് അവള് പറയുന്നത്. SI പറഞ്ഞിട്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് പവിത്രനെ ഏൽപ്പിക്കുന്നുണ്ട്. അവൻക്ക് കിട്ടിയ കേസ് ഈ ഒരു ബാലന്റെ കേസായിരുന്നു. ബാലൻ ഇപ്പോ ആ ഒരു സ്ഥലത്ത് അവന്റെ അമ്മയെയും കാത്തിരിക്കുകയാണ്. അവൻക്കിപ്പോ യൂണിഫോമോ സ്കൂൾ ബാഗോ ഡ്രസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പേര് ചോദിച്ചിട്ടും ആരാണ് യൂണിഫോം ഊരിക്കൊണ്ടുപോയതെന്ന് ചോദിച്ചിട്ട് പോലും അവനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പവിത്രൻ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ
തന്നെ ആ കുട്ടിയെ നിന്റെ കൂടെ വെക്കാനായിട്ട് SI പവിത്രനോട് ആവശ്യപ്പെടുന്നുണ്ട്. പവിത്രന്റെ ആ ഒരു ലവറിനെയും കൂട്ടിക്കൊണ്ട് കൂടെ ബാലനെയും കൂട്ടിക്കൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പവിത്രൻ ആ ഒരു പെണ്ണിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ബാലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കഥകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവന്റെ ഫുൾ യൂണിഫോമും ബാഗും ഒക്കെ പവിത്രൻ അവിടെ നിന്ന് കിട്ടുന്നത്. തന്റെ ഐഡന്റിറ്റി പുറത്തു വരരുതെന്നുള്ളത് അമ്മയുടെ ആവശ്യമാണെന്ന് ബാലന് അറിയാമായിരുന്നു. അതുകൊണ്ട് കരുതിക്കൂട്ടി തന്നെയാണ് ആൾക്കാർ കൂടുന്നതിന് മുമ്പ് തന്നെ അവന്റെ യൂണിഫോമും ബാഗും ID കാർഡ് എല്ലാം അവൻ ഊരി മാറ്റി വെച്ചത്. അത് പവിത്രന് മനസ്സിലാവുന്നുമുണ്ട്. പവിത്രൻ അത് മനസ്സിലാക്കി എന്നറിഞ്ഞ ബാലനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പിന്നാലെ പോയ പവിത്രൻ ആ ഒരു കുട്ടിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു വലിയ കേസാക്കി മാറ്റി ഞാൻ അന്വേഷിക്കാമെന്ന് പവിത്രൻ SIയോട് പറയുന്നുണ്ടെങ്കിലും SIക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാള് വേറെ ഒരു കേസ് പവിത്രനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കുട്ടിയെ അവന്റെ ലവർ ആയിട്ടുള്ള ആ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചുകൊണ്ട് പവിത്രൻ എവിടേക്കോ പോകുന്നുണ്ട്. ആ ഒരു കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ആയിരുന്നു അവൻ പോയത്. ബാലന്റെ സ്കൂളിൽ ചെന്ന് പവിത്രൻ അന്വേഷിക്കുമ്പോ വസുദേവ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അഡ്രസ് അവനക്ക് ലഭിക്കുന്നുണ്ട്. ആ കുട്ടിയെ കുറിച്ച് അവൻ അന്വേഷിക്കുമ്പോ അവന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ദുബായിൽ സെറ്റിൽഡ് ആണെന്ന് ആ കുട്ടി കുറച്ചു നാള് മുന്നേ മരിച്ചു പോയെന്നും പവിത്രൻ അറിയുന്നുണ്ട്. മരിച്ച ഒരാളുടെ ഐഡന്റിറ്റിയിലാണ് ഇപ്പൊ ആ ഒരു ബാലൻ പോകുന്നതെന്ന് പവിത്രന് മനസ്സിലാവുന്നുണ്ട്. പവിത്രന്റെ ലവറിന്റെ അടുത്താണ് ബാലനെ ഇപ്പോ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളുടെ അടുത്ത് ഒളിച്ച് കളിച്ച് ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയെ കാണാതായത് വലിയ പ്രശ്നമാവാണ്. പവിത്രൻ ആ സമയം എന്റെ കയ്യിൽ നിന്നല്ലല്ലോ ആ കുട്ടിയെ കാണാതായത്, അവരോട് കാര്യം പറയുന്നു SIനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളും അവനോട് പിണങ്ങാണ്. അവന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ആ കുട്ടിയോട് ബാലനോട് പവിത്രന് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ബസ്സിലൊരു കുട്ടി വരുന്നുണ്ട്. ബാലനായിരുന്നു അത്. ഇടയ്ക്ക് വെച്ച ഒരു സ്ഥലം കണ്ട ആ ഒരു ബാലൻ അവിടെ ബസ് ഇറങ്ങുന്നുണ്ട്. കാരണം തന്റെ അമ്മ തന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാറുള്ള ആ ഒരു സ്ഥലമാണ് അതെന്ന് അവനക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായി ആ ഒരു വീട്ടിലേക്കൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടെ മാങ്ങ പറിക്കാൻ വന്ന ആ ഒരു കുട്ടികളുണ്ടല്ലോ, അവരിപ്പോ വലുതായിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞതനുസരിച്ച് ആ ഒരു പെണ്ണ് ആ മുത്തശ്ശിയെയും വേറൊരു സ്ത്രീയെയും കൊന്നു എന്നും അവിടേക്ക് വന്ന മകനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് കൊണ്ട് പോലീസുകാര് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി അതിപ്പോ ജയിലിലാണെന്നും അവൻ അറിയുന്നത്. അവൻ ജയിലിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ പോലീസുകാരനായ ഒരാളോട് ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ അയാള് വേഗം ഇവിടെ നിന്ന് പോകാനായിട്ട് ആ കുട്ടിയോട് പറയാണ്. പവിത്രൻ അവിടേക്ക് വരുന്നുണ്ട്. പവിത്രന് ആ കുട്ടി ഞാൻ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. പവിത്രൻ അവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. അവനോട് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞ് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട ആ ഒരു പോലീസുകാരൻ ആ കുട്ടിയോട് വന്നിട്ട് നീ ഇവിടെ നിൽക്കണ്ടെന്നും അവൻ നിന്നോടുള്ള പ്രതികാരം എന്തായാലും വീട്ടും വേഗം രക്ഷപ്പെട്ടു പോകാനും പറയുന്നുണ്ട്. ആ ഒരു പോലീസുകാരൻ പറഞ്ഞ ഒരു പോലീസുകാരനെ അമ്മയെ രക്ഷിക്കാനായിട്ട് അവൻ പോയി കാണുന്നുണ്ട്. ജയിലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആ പെണ്ണിന് ഭ്രാന്താണെന്ന് കോടതി വിധി എഴുതിയത്. അങ്ങനെ ഭ്രാന്താശുപത്രിയിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. ആ ഒരു ഭ്രാന്താശുപത്രിയിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു എന്നും തുടക്കത്തില് മകൻ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു എന്നും അതിനുശേഷം ഒരാൾ വന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. അത് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അത് പവിത്രനാണെന്ന് ബാലന് മനസ്സിലാവുന്നത്. പവിത്രന്റെ അടുത്ത് ചെന്ന ബാലനും തന്റെ അമ്മയെ കാണണമെന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിലും പവിത്രൻ ഒരു നിലക്കും അടുക്കുന്നുണ്ടായിരുന്നില്ല. പവിത്രൻ ഇപ്പോ തന്റെ ആ ഒരു ഗേൾ ഫ്രണ്ടിനെ നഷ്ടപ്പെട്ട ആ ഒരു ദേഷ്യം മുഴുവൻ ആ ഒരു കുട്ടിയോടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ കുട്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ട പവിത്രൻ ആ ഒരു കുട്ടിയെ പോയി ഒരുപാട് തല്ലുന്നുണ്ട്. അമ്മയെ കാണാതെ ഞാൻ പോകില്ല എന്ന് അവൻ വാശി പിടിക്കുന്നുണ്ടെങ്കിലും പവിത്രൻ അതിന് തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ആ ഒരു കുട്ടി പറയുന്നത് അന്ന് ഞാൻ മാത്രമല്ലല്ലോ നിങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്, വേറെ ഒരാളും കൂടി ഇല്ലേ എന്ന് പറഞ്ഞ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരാളുടെ നേരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അബ്ബാസ് ആയിരുന്നു അത്. സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അവനും ഇതുപോലെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവനെ കണ്ടുപിടിച്ചാല് പവിത്രന് വലിയ ഗുണം ഉണ്ടാവും. ആക്ച്വലി അന്ന് ബാലൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അബ്ബാസ് കയറിയ ആ ഒരു ലോറി തന്നെയായിരുന്നു കുട്ടിയും കയറിയിരുന്നത്. അബ്ബാസിന്റെ പിന്നാലെ ആ ഒരു കുട്ടി അങ്ങനെ പോകാണ്. വഴിക്ക് വെച്ച് പോലീസുകാർ അബ്ബാസിനെ ചെക്ക് ചെയ്യാൻ പോയതും അവൻ ഒരു വേസ്റ്റിന്റെ ഇടയ്ക്ക് കഞ്ചാവ് വലിച്ചെറിയുന്നുണ്ട്. പോലീസുകാർ ആ ഒരു വേസ്റ്റിൽ തപ്പിയിട്ടും കഞ്ചാവ് കിട്ടുന്നില്ല. പോലീസുകാർ പോയതിനു ശേഷം അബ്ബാസ് അത് എവിടെയാണെന്ന് തപ്പുമ്പോഴാണ് അത് ശരിക്കും ബാലൻ എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാലനെ തന്റെ കൂടെ അബ്ബാസ് കൂട്ടുന്നുണ്ട്. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ ഫുഡൊന്നും വേണ്ട, അമ്മയെ കാണണം എന്ന് മാത്രമാണ് ആ ഒരു കുട്ടി അവനോട് പറഞ്ഞിരുന്നത്. അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് അബ്ബാസ് പറയുന്നുണ്ട്. കുട്ടിയെ അവിടെ ആക്കിക്കൊണ്ട് അബ്ബാസ് അവന്റെ അമ്മയെ അന്വേഷിച്ചു പോകുന്നുണ്ട്. എന്നാൽ അബ്ബാസിനെ എത്ര അന്വേഷിച്ചിട്ട് അമ്മയെ കണ്ടെത്താൻ
പറ്റിയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ബാലനെ അബ്ബാസ് അവന്റെ കൂടെ കൂട്ടാണ് ചെയ്തത്. അവന്റെ ബാറില് സപ്ലൈ ബോയ് ആയിട്ടും സ്മഗ്ലിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പാവയായിട്ടുമാണ് അബ്ബാസ് ആ ഒരു കുട്ടിയെ കണ്ടിരുന്നത്. അവനക്ക് ഇപ്പോഴും തന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മോഷ്ടിക്കാൻ വരെ അബ്ബാസ് ആ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയെ കണ്ടെത്തി തരാമെന്നും പറഞ്ഞ് അങ്ങനെ വർഷങ്ങൾ പോകുന്നുണ്ട്. ഇതുവരെ ആ കുട്ടിക്ക് അവന്റെ അമ്മയെ അബ്ബാസ് കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാലൻ ഇപ്പോ അബ്ബാസിനെ അബ്ബ എന്നാണ് വിളിക്കുന്നത്. അബ്ബ കുറെ നാളായല്ലോ എന്റെ അമ്മയെ കണ്ടെത്തി തരാനൊന്നും പോകുന്നില്ല, എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോകാൻ പോവാണെന്ന് ബാലൻ അബ്ബാസിനോട് പറഞ്ഞ് വഴക്കിടുന്നുണ്ട്. അബ്ബാസ് എന്നും രാത്രി ബാറിലെല്ലാം പോയി പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ബാലനാണ് അവനെ രക്ഷിച്ചു കൊണ്ടുവരാറ്. അവനക്ക് ഈ ഒരു ജീവിതം അടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഇനി മുതൽ അബ്ബാസിന്റെ കൂടെ നിൽക്കില്ല എന്ന് പറയാണ്. അബ്ബാസ് ലാസ്റ്റ് ആയിട്ട് ഒരു ജോലിയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോ ബാലനെ ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ പകുതിക്ക് വെച്ചിട്ടാണ് അവനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവൻ അവിടെ ഇറങ്ങിയതെല്ലാം. ഇപ്പൊ അബ്ബാസിന്റെ അടുത്തേക്ക് ബാലൻ പോകുന്നുണ്ട്. നീ എവിടെയായിരുന്നെന്നും എന്തിനാണ് നമ്മ ഇവിടേക്ക് വന്നതെന്ന് അറിയോ, നിന്റെ അമ്മയെ കാണാനാണെന്നും അബ്ബാസ് ബാലനോട് പറയാണ്. ആക്ച്വലി അന്നത്തെ ആ ഒരു പണ്ടത്തെ ആ ഒരു നാള് തന്നെ അബ്ബാസ് ബാലന്റെ അമ്മയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവള് ജയിലിലാണെന്ന് അബ്ബാസിനെ അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ആ കാര്യം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിഷമിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നേ വരെ അബ്ബാസ് അതിനെപ്പറ്റി അവനോട് പറയാതിരുന്നിരുന്നത്. അതുപോലെ പിന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് നിന്റെ അമ്മയെ ഷിഫ്റ്റ് ചെയ്തെന്നും അവിടെ നിന്ന് എടുക്കാൻ പോയപ്പോഴേക്കും പവിത്രം പോലീസ് ആ അമ്മയെ കൊണ്ടുപോയി എന്നും അബ്ബാസ് പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ അവിടേക്ക് വരാണ്. ആക്ച്വലി അബ്ബാസിനെ ബാലൻ ഒറ്റ കൊടുത്തതായിരുന്നു തന്റെ അമ്മയെ കിട്ടാൻ വേണ്ടിയിട്ട്. അബ്ബാസ് അപ്പൊ ചോദിക്കുന്നുണ്ട്, നിനക്ക് കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോടാന്ന്. കുഴപ്പമില്ല, പെറ്റമ്മക്ക് വേണ്ടി വളർത്തച്ഛനെ ഒറ്റ കൊടുക്കാലേ എന്നും പറഞ്ഞ് അബ്ബാസിനെ പോലീസുകാര് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ബാലൻ അബ്ബാസിനോട് ഒരുപാട് സോറി ചോദിക്കുകയാണ്. തന്റെ അമ്മയെ തരണമെന്ന് പവിത്രനോട് ബാലൻ പറയുന്നുണ്ടെങ്കിലും കാട്ടിത്തരാമെന്ന് മാത്രം പറഞ്ഞ് ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പവിത്രൻ ബാലനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്റെ അമ്മയെ കണ്ട അവനും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പവിത്രൻ ഇപ്പോ അവൻ എന്തുകൊണ്ടായിരിക്കും ഓടിപ്പോയതെന്ന് ചെന്ന് നോക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ അത് അവന്റെ അമ്മയായിരുന്നില്ല. അത് ആ ഒരു പ്രാന്തി പെണ്ണുണ്ടായിരുന്നല്ലോ, നഴ്സിംഗ് പഠിച്ചിരുന്ന ഷേർലി, അവളായിരുന്നു. അവൾ അന്ന് തന്നെ അവന്റെ അമ്മ കൂട്ടിക്കൊണ്ടു വന്ന് കുളിപ്പിച്ച് മെനയാക്കിയതിനു ശേഷം അമ്മൂമ്മയുടെ മകൻ തിരിച്ചെത്തിയപ്പോ അവളെയാണ് തോക്കും പിടിച്ച് അവിടെ നിർത്തിയിരുന്നത്. അവന്റെ അമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു. ശരിക്കും അന്ന് പോലീസ് പിടിച്ചോണ്ട് പോയത് ആ ഒരു പ്രാന്തി പെണ്ണിനെയാണ്. ഇത് മനസ്സിലാക്കിയ ബാലൻ അമ്മ വരാമെന്ന് പറഞ്ഞിരുന്ന എത്ര നേരം വൈകിയാലും നീ ഇവിടെ നിന്ന് പോകരുതെന്ന് ആ ഒരു കുട്ടിയോട് പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവൻ അവിടെ അവന്റെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ പിന്നിലൂടെ വന്ന് അവനെ വിളിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ അമ്മ വരുമെന്ന്, നീ എന്തിനാണ് പോയതെന്ന് ബാലനോട് അമ്മ ചോദിക്കുകയാണ്. അവനങ്ങനെ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് ബാലൻ എന്റെ പുതിയ പേരെന്താ, പുതിയ കഥ എന്താന്ന് ആ അമ്മയോട് ചോദിക്കുന്നുണ്ട്. എല്ലാം പറയാമെന്ന് ആ അമ്മയും പറയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ തീം എങ്ങനെയുണ്ട്? ഒരു ക്രൈമിനെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നിയോ എന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്